ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ നിർവഹിച്ചത്. അല്ലാഹുവിന്റെ കൽപ്പന. ഈ ബദർ മജ്ലിസിൽ വന്നിരുന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. എന്താ അല്ലാഹുവിന്റെ കൽപ്പന? എല്ലാ വെള്ളിയാഴ്ചയും രണ്ടാമത്തെ ഖുത്ബയിൽ ഇമാം ഓതുന്ന ഒരു ആയത്തുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ചൊല്ലാം. അല്ലാഹുവിന്റെ കൽപ്പന ഇല്ല. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ എന്ന് വിളിച്ച ഖുർആനാണ് അല്ലാഹുവിന്റെ കിതാബ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങളെല്ലാവരും, മനുഷ്യന്മാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ യാ അയ്യുഹന്നാസ് എന്ന പ്രയോഗത്തിൽ അല്ലാഹു പറഞ്ഞു വെക്കുന്നു. ഇവിടെ പറഞ്ഞത് ഇന്നല്ലാഹ, ആദ്യം അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹുവും വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന, അവർ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വലാത്തിലാണവർ. അതുകൊണ്ട് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്നല്ല, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്തോ? സൊല്ലു, നിങ്ങൾ ചെല്ലും. നിങ്ങൾ ചെല്ലുന്നവർ തന്നെയാണ്. എന്നാലും ഞാൻ എൻ്റെ ഒരു അള്ളാഹുവിൻ്റെ ഒരു താല്പര്യത്തെ പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ ചൊല്ലും. എന്തുകൊണ്ട്? നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്നതുകൊണ്ട്. മുഅ്മിനീങ്ങൾക്ക് രണ്ടാളുകളോടെ ബാധ്യതയുള്ളൂ ഒരർത്ഥത്തിൽ. ഒന്ന് അള്ളാഹുവിനോടും, ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർ രണ്ടുപേരോടെ ഒരു മുഅ്മിനായ മനുഷ്യന് ബാധ്യതയുള്ളൂ. വാപ്പാനോടും ഉമ്മാനോടുണ്ടോ? വാപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ മാർഗത്തിനപ്പുറത്തേക്കുള്ള കൽപ്പന കൊണ്ടുവന്നാൽ വാപ്പയോടും ഉമ്മയോടും പോലും ബാധ്യത ഇല്ല. വാപ്പയോടും ഉമ്മയോടും പോലും ബാധ്യതയില്ലാതെ വരുന്ന സന്ദർഭം ഏതാ? അവർ അള്ളാഹുവിനും റസൂലിനും എതിരാകുന്ന സന്ദർഭത്തിൽ അവർക്ക് വാപ്പയോടും ഉമ്മയോടും ആ ദീനിന്റെ വിഷയത്തിൽ മാത്രമേ ബാധ്യതയില്ലാത്തതുള്ളൂ. മറിച്ച് വാപ്പയാണ്, ഉമ്മയാണ് എന്ന എല്ലാ ബാധ്യതയുമുണ്ട്. പക്ഷേ അള്ളാഹുവിനോടും റസൂലിനോടുമാണ് പൂർണ്ണമായ ബാധ്യത. അതുകൊണ്ടാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷത്തിലായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ മുത്തുനബിയോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എനിക്കേറ്റവും സന്തോഷമുള്ള നിമിഷം ഏതെന്നറിയുമോ നബിയേ? എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സമയം എന്റെ വാപ്പയായ ഖുഹാഫ മുസ്ലിമായപ്പോഴല്ല, അങ്ങയുടെ പിതൃവൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായതാണെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ മുഴുവൻ പഠിച്ച ആളല്ല, ഹാഫിളല്ല, എല്ലാ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച മനുഷ്യനല്ല. എന്തുകൊണ്ട്? കച്ചവടക്കാരനാണ്. കച്ചവടക്കാരൻ നിസ്കരിച്ചിരിക്കാൻ പറ്റുമോ? ഫർളൊക്കെ എടുക്കാം, സുന്നത്തോ എപ്പോഴും പറ്റിക്കൊള്ളുന്നില്ല. ഫർളോ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. 4 സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും അലിയാർ തങ്ങളും അടക്കമുള്ള 4 സ്വഹാബികൾ ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, സ്വഹാബാ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഒന്ന് പറയുമോ സ്വഹാബാ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഒന്ന് പറഞ്ഞു തരൂ. അപ്പോഴാണ് റസൂലുള്ളാഹി ആദ്യം സ്വയം പറയുകയാണ്, ഒന്നാമത്തേത് എനിക്കിഷ്ടമുള്ളത് നിസ്കാരത്തിനായി കൺകുളിർമയാണ് എനിക്കേറ്റവും ഇഷ്ടം. 1. 2,
സുഗന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എപ്പോഴും സുഗന്ധം എനിക്കിഷ്ടമാണ്. മൂന്നാമത്തേത് പറയുന്നു, എൻ്റെ സമയം മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട സമയം, എനിക്ക് പ്രധാനപ്പെട്ട സമയങ്ങൾ ഒഴിച്ചാൽ ബാക്കി സമയം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് സല്ലപിച്ചിരിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിബിതങ്ങൾക്ക് ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നിസ്കാരത്തിലായുള്ള കൺകുളിർമ, നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിൻ്റെ ഓർമ്മയിലായിരിക്കുക. രണ്ടാമത്തേത് സുഗന്ധം ഉപയോഗിക്കുക. മൂന്നാമത്തേത് പ്രിയപ്പെട്ട ഭാര്യമാരോടൊപ്പം സംസാരിച്ചിരിക്കുക. സുദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇരിക്കുന്നുണ്ട്. ചോദിച്ചു, സുദ്ദീഖേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അമലെന്താണ്? സുദ്ദീഖുൽ അക്ബർ നമ്മളാണെങ്കിൽ പറയുന്നത്, റസൂലേ, അങ്ങേക്ക് എന്തിനോടാണോ ഇഷ്ടമുള്ളത് ആ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമെന്ന് പറയേണ്ടതിന് പകരം ലോകത്തെ ഹബീബ് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഉത്കൃഷ്ടനായ മനുഷ്യനായ സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി സ്വഹാബത്തിനെ അത്ഭുതപ്പെടുത്തി. സുദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ, അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, എപ്പോഴും അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് റസൂലേ, എപ്പോഴും അങ്ങയുടെ മനോഹരമായ വദനം കാണലാണ്. അന്ത ശംസുൻ അന്ത ബദറു അന്ത നൂറും ഫൗഖ നൂരി അന്ത ഇക്സീറും വഗാലി അന്ത മിസ്ബാഹു സുദൂരി. യാ നബി സലാം യാ റസൂൽ സലാം അലൈക, യാ ഹബീബ് സലാം അലൈക, സ്വലവാത്തുല്ലാഹി അലൈക. അൻത ശംസുൻ, നബിയേ, അങ്ങ് സൂര്യനാണോ? അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ പ്രകാശം എൻ്റെ കണ്ണിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത മാത്രയിൽ അങ്ങ് തന്നെ. അൻത ശംസുൻ, നബിയേ, അങ്ങ് സൂര്യനാണോ? അൻത ബദറു, നബിയേ, അങ്ങ് ചന്ദ്രനാണോ? അൻത നൂറുൻ, നബിയേ, നിങ്ങൾ പ്രകാശമാണെന്നറിയാം. ഫൗഖ നൂരി, ഈ സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും ഒക്കെ എത്രയോ ഉന്നതമായ, എത്രയോ മഹത്വായ, എത്രയോ ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രകാശമല്ലേ നബിയെ അങ്ങ് പറഞ്ഞു വെക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കിതാബുകളിൽ. അപ്പൊ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിരിക്കലാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത്, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് ചെലവഴിക്കാൻ വേണ്ടി സമ്പത്തുണ്ടാക്കലാണ് നബിയേ. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്തിനാ കച്ചവടത്തിന് പോണത്? നബി ചോദിച്ചാ പൈസ കൊടുക്കാൻ വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് ചോദിക്കുമ്പോ സമ്പത്തിനെ എടുത്തു തരലാണ്. ഇന്നൊരാവശ്യമുണ്ട് സിദ്ദീഖേ എന്നല്ല, ഇങ്ങനൊരാവശ്യമുണ്ട് എന്ന് നബിയെ നിങ്ങൾ പൊതുവായി പറഞ്ഞാൽ പോലും എൻ്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു തരലാണ്, എനിക്കത് തരലാണ്. കാരണം ആ സമ്പത്ത് ആരുടേതല്ല, എൻ്റേതല്ല. അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോയത് റസൂലുള്ളാഹിക്കാണ്. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണാധികാരം റസൂലുള്ളാഹിക്കാണ്. നബി തങ്ങൾ അംഗീകരിച്ചു കൊടുത്തു സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നീ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ലാത്ത നിസ്കാരമുണ്ടോ? ഇല്ല. നോമ്പുണ്ടോ? നമ്മളൊക്കെ ഇന്ന് സുന്നത്ത് നോമ്പുകൊണ്ട് 5-6 കളിയാണ്. നോമ്പുകൊണ്ട് തന്നെ പ്രശ്നം, നമ്മൾ കുടുങ്ങിക്കുക. അത്രയും വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളെ കിട്ടാൻ ഏറ്റവും നല്ല കാലഘട്ടം സത്യത്തിൽ നോമ്പാണ് അല്ലേ? നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറ്റിയ കാലം നോമ്പാണ്. ഒരുത്തരോട് ഞാൻ ചോദിച്ചു, എടാ ഈ തടി കൂടിയാലോ? അതൊക്കെ നോമ്പാകുമ്പോ ശരിയാവൂടാ. നോമ്പാകുമ്പോ എന്തേ, ബാക്കി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സുമ്പോ കൂടും. ഫ്രൂട്ട്സ് നന്നായി കഴിച്ചാൽ നല്ല സൗന്ദര്യം ഉണ്ടാവും, തടിയൊക്കെ ഒന്ന് ഒതുങ്ങും. അതിന് തിരഞ്ഞെടുക്കണ മാസം റമദാൻ. ഇതാണ് നമ്മുടെ നോമ്പിന്റെ കഥ. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, ഈ മുതലൊക്കെ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നൽകാനുള്ളതാണ് എൻ്റെ സമ്പത്ത് എന്ന് സയ്യിദുനാ സിദ്ദീഖ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബിലേക്ക് എത്ര തവണയാണ് ഖുർആൻ ചേർത്ത് പറഞ്ഞത്?
ഗാർ സൗറിന്റെ മുകളിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഹബീബായ മുത്തുനബിയും സിദ്ദീഖുൽ അക്ബറും തങ്ങളും കൂടെ 3 രാത്രിയാണ് ഗാർ സൗറിൽ താമസിക്കുന്നത്. ഏകദേശം 737ഓളം മീറ്റർ ഉയരത്തിലുള്ള മല സൗർ ഗുഹ. ആ സൗർ ഗുഹയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ നേരത്ത് ആ യാത്രകൾക്കിടയിൽ പോലും നബി തങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പല സമയം നബി തങ്ങളുടെ മുമ്പിൽ നടക്കും, ചില സമയം നബി തങ്ങളുടെ ബാക്കിൽ നടക്കും, ചില സമയം ഇടത്തെ ഭാഗത്തേക്ക് ഓടി നോക്കി തിരിച്ചു വരും, ചില സമയം വലത്തെ ഭാഗത്തേക്ക് ഓടി നോക്കി തിരിച്ചു വരും, ചില സമയം മുത്തുനബി തങ്ങളുടെ മുമ്പിൽ ഓടി നടക്കും. എന്തേ, എവിടെയെങ്കിലും ശത്രുവുണ്ടോ എന്നന്വേഷിച്ച് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു സഫർ 29 അന്നാണ് യാത്ര, മക്കയിൽ നിന്ന് യാത്ര തുടങ്ങുന്നത്. ആ യാത്ര തുടങ്ങി പരിശുദ്ധമായ റബീഉൽ അവൽ 1, 2, 3 രാവുകളിൽ പരിശുദ്ധമായ സൗർ ഗുഹയിലാണ്. ആ സൗർ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് അവിടെയുള്ള എല്ലാ മാളങ്ങളെയും സിദ്ദീഖുൽ അക്ബർ അടച്ചു വെക്കുമ്പോ ഒരു മാളം മാത്രം അടക്കാനുള്ള തുണി തികയാതെ വരുമ്പോ ആ നേരത്ത് തന്റെ കാൽപാദങ്ങളെ കൊണ്ടടച്ചു പിടിക്കുന്നുണ്ട് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗർ ഗുഹയിൽ പ്രവേശിച്ച് സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തലവെച്ച് അന്ത്യപ്രവാചകർ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രാപാദനം കണ്ട് സിദ്ദീഖോര് പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, പോതും പഴുതുമടക്കുന്നു, പഴുതും നടക്കുവാൻ ശീനത്തുമ്പില്ല, പാദാവിരൽ കൊണ്ടമർത്തുന്നു. ആ പാദവിരൽ കൊണ്ടമർത്തിയ നേരത്താണ് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പാമ്പ്. ആ പാമ്പാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുത്തുന്നത്. പാമ്പ് കൊത്തി നമ്മൾ കേട്ടു. ഏത് പാമ്പാ? ആ പാമ്പ് ആശിക്കായ പാമ്പാണ്. ആരോട് ഇഷ്ക്? മുഹമ്മദ് നബിയോട് ഇഷ്കുള്ള പാമ്പാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുത്തുന്നത്. എന്തേ കാരണം? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന സംഭവമാണ്. സുലൈമാൻ നബിക്ക് മൃഗങ്ങളോടും പക്ഷികളോടൊക്കെ സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഒരിക്കൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയുടെ മജ്ലിസിൽ ഒരു പാമ്പ് വന്നിരുന്നു. ആ പാമ്പ് റസൂലുള്ളാഹിന്റെ മദ്ഹിനെ കേട്ടതാണ്, അറിഞ്ഞതാണ്. ആ പാമ്പിന് റസൂലുള്ളാഹിനെ കാണാൻ വല്ലാത്ത ആഗ്രഹം. സുലൈമാൻ നബിയോട് ചോദിച്ചു, മുഹമ്മദ് നബിയെ ഇവിടെ കാണാൻ പറ്റും? പറഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അന്ത്യപ്രവാചകനായി വരാനുള്ള മുത്തുനബിയാണ് അദ്ദേഹം. നാട് മക്കയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ബഹുമാനപ്പെട്ടവര് ഹിജ്റ വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഗാർ സൗറിൽ കാണാമെന്ന് ഈ പാമ്പിനോട് പറഞ്ഞു സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. ആ വാക്കും കേട്ടിട്ടാണ് മാളത്തിലേക്ക് വന്നിരുന്നത്. മാളത്തിലേക്ക് വന്നിരുന്നു. മാളത്തിലിരിക്കുന്ന സമയത്തൊക്കെ രാത്രിയും പകലൊക്കെ മാറിപ്പോവും. പക്ഷേ ഒരു സമയം നല്ല വെളിച്ചമുള്ള ഒരു സമയം പെട്ടെന്നൊരു ഇരുട്ട് മൂടിയപ്പോ അത് എന്റെ ഹബീബിനെ കാണാൻ എന്റെ കണ്ണുകൾക്കത് തടസ്സമാകുമെന്ന് കരുതി അതിലേക്ക് ഈ പാമ്പ് ഒരു കൊത്തു വെച്ചു കൊടുക്കുന്ന സന്ദർഭം. ആ കൊത്ത് ഏറ്റ ആൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
പൊട്ടിയൊഴുകിയ കണ്ണുനീർ തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിൻ്റെ വട്ടാമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നൊന്ന് നോക്കുന്നേ. എന്താ സുദീഖോരേ നിങ്ങൾ കരയുന്നു, എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എൻ്റെ മനതാരിൽ വേദന തിങ്ങുന്നു, എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമിനീർ പൂരട്ടി നബി സിദ്ദീഖിൻ്റെ ഉഗ്രവിഷമിറക്കി. ആ പാമ്പിന്റെ കടിയേറ്റ് വേദന കൊണ്ട് വല്ലാതെ ശരീരം മുഴുവനും വിഷാംശം പരക്കുമ്പോ ആ നേരത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലൊന്നു പതറിയില്ല, കാലൊന്നും ഇളകിയില്ല, കാലൊന്നു ത്രസിച്ചില്ല. ആ നേരം ഹബീബിന്റെ മുഖത്തേക്ക് സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണുനീർ തുള്ളികളിറ്റി വീണപ്പോഴാണ് ചോദിക്കുന്നത്. വല്ലാത്ത മയക്കത്തില് റസൂലുള്ള കിടക്കുമ്പോ ആ ഹബീബിന്റെ മുഖത്തിന്റെ സൗന്ദര്യം കണ്ട് ആശികായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ആരാണ് മടിയിൽ കിടക്കുന്നത്? ലോകത്തിന്റെ നായകനല്ലേ, ഹബീബായ മുത്തുനബിയല്ലേ. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ലോകത്തിങ്ങനെ ഒരു മനുഷ്യന്റെ, ഒരു സൃഷ്ടിയുടെ ഹൃദയം ഇത്രയും വേദനിച്ചപ്പോ അള്ളാഹു ഇങ്ങനെ ഒരായത്തിറക്കിയിട്ടില്ല. ആ ഹബീബിന്റെ മനസ്സിന് സമാധാനമുണ്ടാക്കാൻ അള്ളാഹു ഇറക്കിയ സൂറത്താണ് ബഹുമാനപ്പെട്ട സൂറത്തുൽ ദുഹാ. മഹാന്മാര് പറയുന്നുണ്ട്, മാനസികമായി എന്ത് പ്രയാസമുള്ള ആളുകളാണെങ്കിലും സൂറത്തുൽ ദുഹാ ധാരാളമായി ഓതുക, മനസ്സിന് സമാധാനം ഉണ്ടാവും. എന്തേ? റസൂലുള്ളാഹിക്ക് രണ്ട് ദുഃഖങ്ങൾ ഒരുമിച്ച് വന്ന സന്ദർഭങ്ങളിൽ ഹബീബിന്റെ ഖൽബിനെ, ഹബീബിന്റെ ഹൃദയത്തിന്റെ വേദനകളെ മാറ്റാൻ അള്ളാഹുവിന്റെ സമാധാനത്തിന്റെ വചനങ്ങൾ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ഖൽബിലേക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത വചനങ്ങളാണ് സൂറത്തുൽ ദുഹാ. അതുകൊണ്ട് പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉള്ള ആളുകൾ ധാരാളമായി ബിസ്മിയോടുകൂടെ എന്ന സൂറത്തിനെ ധാരാളമായി ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിന് സമാധാനം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, നബിതങ്ങൾ ഉമിനീര് കൊണ്ട്, നബിതങ്ങൾ ആ പാമ്പ് കുത്തിയ ഭാഗം ഒന്ന് തടവി. ആ സമയം ഉമിനീര് കൊണ്ട് നബിതങ്ങൾ അതിനെ ശിഫായിനെ സബബാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ ദിവസം, ആ ഒറ്റ ദിവസത്തെ ഓർമ്മ വെച്ച് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, ഈ ഉമറിന്റെ ആയുസ്സിലെ എല്ലാ പ്രതിഫലവും നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഞാൻ തരാം. ഉമറിന്റെ നിസ്കാരവും ഉമറിന്റെ നോമ്പും ഉമറിന്റെ സൽക്കർമ്മങ്ങളും എല്ലാത്തിൻ്റെയും പ്രതിഫലം തരാം. എന്നാൽ സിദ്ദീഖ് തങ്ങളെ, ഹബീബിന്റെ കൂടെ ഹിജ്റയുടെ സന്ദർഭത്തിൽ അങ്ങ് ഗാർ സൗറിൽ ഇരുന്ന ഒരു ദിനത്തിന്റെ പ്രതിഫലം മാത്രം എനിക്ക് തന്നാൽ എൻ്റെ ആയുസ്സിലെ മുഴുവൻ നന്മകളുടെയും പ്രതിഫലം സിദ്ദീഖ് തങ്ങളെ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നുണ്ട് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഉമറുൽ ഫാറൂഖിന്റെ ബോധ്യമാണത്. എൻ്റെ കൊണ്ടൊന്നും ഞാൻ രക്ഷപ്പെടില്ല, ഒരു കാര്യം കൊണ്ട് രക്ഷപ്പെടും. എൻ്റെ ഹബീബിന് വേണ്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആ ഒരു രാത്രിയിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അനുഭവിച്ചു പോയ സന്തോഷം, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ദിവസത്തെ അമൽ ഏറ്റവും വലിയ അമലാണ്. എൻ്റെ ഹബീബിന് സംരക്ഷണം ഒരുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയ ആ ഒരു കുറഞ്ഞ സമയത്തെ അമൽ കൊണ്ട് മാത്രം സിദ്ദീഖുൽ അക്ബർ
കിബർ രക്ഷപ്പെടുമെന്ന ബോധ്യമുണ്ട്. എന്നാൽ ആ ഒരു കൂലി എനിക്ക് തന്നാൽ നാളെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ദറജ എനിക്ക് ലഭിക്കപ്പെടുമല്ലോ എന്ന ആഗ്രഹത്തിലാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനോട് റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹബീബിനോട് ചേർന്നിരിക്കാൻ കഴിഞ്ഞില്ല, നമുക്ക് ഹബീബിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞില്ല, ഹബീബിന്റെ ഒട്ടകം പോലും ആവാൻ നമുക്ക് കഴിഞ്ഞില്ല. ഹബീബിന്റെ ഒട്ടകമായിരുന്നെങ്കിലോ ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ, ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ, താമര തോൽക്കുന്ന ത്വാഹ തൻ്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ, ഭാരം ചുമന്ന് തളർന്നേനെ ഞാൻ. റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരൊട്ടകം പോലുമായി ജനിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായില്ല. പക്ഷേ ഹബീബിനെ ഓർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. ഈ മജ്ലിസിലൂടെ ഹബീബിനെ അനുസ്മരിക്കാൻ മഹാന്മാർ നമുക്ക് തന്ന പരിശുദ്ധമായ മങ്കൂസ് മൗലിദുണ്ട്. ബഹുമാനപ്പെട്ട ബദരീങ്ങളെ ഓർക്കാൻ ബദർ മൗലിദുണ്ട്. മഹാന്മാരെ ഓർക്കാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് ചില ആളുകൾ ചോദിക്കുന്നത്, റസൂലുള്ള മൗലിദ് ഓതിയിരുന്നോ? സ്വഹാബത്ത് എപ്പോഴും ഓതിയിരുന്നില്ലേ? എന്നാ പിന്നെ നമുക്ക് പള്ളിയിൽ 2 മിഹ്റാബ് വേണം. മദീനത്തെ പള്ളിയിൽ 2 മിഹ്റാബ് ഉണ്ടായിരുന്നു. ഒന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന സ്വഹാബിക്കാണ്. ആ സ്വഹാബിയാണ് റസൂലുള്ളാഹിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ മദ്ഹ് പറഞ്ഞ ആൾ. സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് ഒരു മിമ്പർ റസൂലുള്ളാഹിക്ക് ഖുത്ബക്ക്, ഒരു മിമ്പർ ഹസ്സാൻ ഇബ്നു സാബിത്തിന് റസൂലുള്ളാഹിന്റെ മദ്ഹിനെ പാടാൻ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ നിബിധങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. എന്നാഘോഷിച്ചു? എല്ലാ തിങ്കളാഴ്ചയും ആഘോഷിച്ചു. എന്നാ റസൂലുള്ളാഹിയുടെ ജന്മദിനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബി ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്തേ നബിയെ നിങ്ങൾ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നത്? സുഇല അൻ സൗമി ഇസ്നൈൻ, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, നബിയേ എന്തേ നിങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത്? ഫഖാല ഫീഹി വുലിദ്തു, ആ ദിവസമാണ് ഞാൻ ജനിക്കപ്പെട്ടതെന്ന് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ള ജനിച്ചതെന്നാ? തിങ്കളാഴ്ച നോമ്പെടുക്കാനുള്ള കാരണം പറഞ്ഞത് എന്താ? ഞാനന്ന് ജനിച്ചു. റസൂലുള്ളാഹിക്ക് സന്തോഷല്ലേ? ആ സന്തോഷത്തിൽ നബി തങ്ങൾ അല്ലാഹുവിന് ചെയ്ത ശുക്റാണ് എന്ത്? നോമ്പ്. ആ റസൂലുള്ളാഹിനെ നമുക്ക് അല്ലാഹു തന്നതിൽ നമുക്കുള്ള ശുക്ർ എന്താ? ആ റസൂലുള്ളാഹിനെ പറയൽ. അല്ലാണ്ടെന്താ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ നമ്മൾ ചെയ്യേണ്ടത്? റസൂലുള്ളാഹ് ഭൂമിയിലേക്ക് വന്നത് തിങ്കളാഴ്ച. എന്തേ നോമ്പെടുത്തത്? അന്ന് ഞാൻ ജനിക്കപ്പെട്ടതാണ്. ശരി, അന്ന് നബി തങ്ങൾ ചെയ്ത അള്ളാഹുവിന് ചെയ്ത ശുക്ർ എന്താ? നോമ്പെടുത്തു. ഞമ്മക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മളോട് നബി തങ്ങളിലേക്ക് അള്ളാഹു ചേർത്ത് പറഞ്ഞ കാര്യത്തെ ചെയ്യാ. എന്താ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു. ഇതല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മക്കിപ്പോ റസൂലുള്ളാഹി ജനിച്ചാൽ നമുക്ക് എന്താ ചെയ്യാനുള്ളൂ? റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയാ. വേറെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ആ ദിവസം റബീഉൽ അവ്വൽ 12 സന്തോഷത്തിൽ ആ ദിവസത്തെ പ്രത്യേകിച്ച് പരിഗണിക്കുക. അന്ന് കുഞ്ഞുമക്കൾക്ക് മിഠായി കൊടുക്കുക. എന്റെ മധുരം എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉമ്മ വന്നു, ഞാൻ അവസാനിപ്പിക്കാം. ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ കുട്ടി നല്ലോണം മധുരം കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ് മിഠായി, മധുരം ഭയങ്കര ഇഷ്ടമാണ്. നബിയെ നിങ്ങളൊന്ന് ഉപദേശിക്കൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഒന്ന് പോയി അടുത്ത ദിവസം 2-3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. എത്ര ദിവസമാണ് എന്ന് എനിക്ക് ആ വിഷയത്തിൽ ഓർമ്മയില്ല. നാളെ വായോന്ന 3 ദിവസം അങ്ങനെ എന്തോ ആണ് നബി തങ്ങളുടെ മറുപടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഉമ്മ ഈ കുട്ടിയെയും കൊണ്ടുവന്നു.
നബി തങ്ങൾ ആ കുട്ടി മധുരം കഴിക്കുന്നുണ്ട് അല്ലേ, ആ കുട്ടിയെ വിളിച്ചു നബി തങ്ങൾ ഉപദേശിച്ചു, മോനെ അങ്ങനെ വല്ലാതെ കഴിക്കരുത്, പ്രയാസാണ്. സ്വഹാബികൾ ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നു? അങ്ങനെ ഉണ്ടല്ലോ, നബി തങ്ങളുടെ ഒരു വാക്ക് പോലും വെറുതെ ഇല്ല, ഒരു സമയം പോലും വെറുതെ ചെലവഴിക്കപ്പെട്ടതല്ല. അപ്പൊ ചോദിച്ചു, നബിയെ എന്തേ ആദ്യത്തിൽ ആ കുട്ടി ഉമ്മ ആ കുട്ടിയെയും കൊണ്ടുവന്നപ്പോ എന്തേ നബി നിങ്ങൾ ആദ്യം പറയാതിരുന്നേ? അപ്പൊ നബി തങ്ങളുടെ മറുപടി, സ്വഹാബത്തെ എനിക്കും മധുരം വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് മധുരം ഇഷ്ടമായിരിക്കെ ഒരാളോട് ഞാനത് തിന്നരുത് എന്ന് പറയാൻ എനിക്ക് പറ്റൂല, നമുക്ക് പറ്റും, സുന്നക്ക് പറ്റൂല. അതുകൊണ്ട് ഞാൻ ആ മധുരം കുറച്ചു, നിയന്ത്രിച്ചു. എനിക്ക് ഇനി എന്ത് ചെയ്യാം? ആ കുട്ടിയെ ഉപദേശിക്കാം. മധുരം ആർക്കും ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും മധുരം ഇഷ്ടമാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ആ ഒരു ജന്മദിനത്തിൽ സന്തോഷിച്ച് എല്ലാ മക്കൾക്കും മധുരം കൊടുത്തു, പായസം കൊടുത്തു, മിഠായി കൊടുത്തു. കൂട്ടത്തിൽ പറയാണ്, ഇൻഷാ അല്ലാഹ് നബിദിനത്തിന്റെ അന്ന് അസ്റിന് ശേഷം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉമ്മമാരെന്ത് ചെയ്തിരുന്നു? ചീനി കൊണ്ടുവന്നിരുന്നു അല്ലേ, കൊണ്ടുവന്നിരുന്നു. ബേക്കറി ഐറ്റംസ് ഒന്നും വേണ്ടല്ലോ, പൊരിക്കടിയല്ലേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നന്നാവുക. അപ്പൊ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക? ഉമ്മമാര് പൊരിക്കടികൾ ഉണ്ടാക്കി കൊടുത്തയക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കുകയോ ഒക്കെ ചെയ്യണമെന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ആ നന്മയോട് ചേർന്നുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നുവെങ്കിൽ റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകിച്ച് എന്നതുപോലെ ഓരോ തിങ്കളാഴ്ചയും സന്തോഷിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി മുതൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പരിശുദ്ധമായ മങ്കൂസ് മൗലിദെങ്കിലും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ഹദീസെങ്കിലും ഓതണം. ഒരു ഹദീസ് ഇവിടുത്തെ പള്ളിയിൽ എപ്പോഴാണ്? മഗ്‌രിബിന് ഇശാഇന് ശേഷം. എപ്പോഴാ? മഗ്‌രിബിന് ശേഷം. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നിട്ട് കുട്ടികളും പെണ്ണുങ്ങളൊക്കെ ഒന്ന് വിളിച്ച് ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് മുട്ടായിയോ ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോവാ, എന്നിട്ട് ചായ ഉണ്ടാക്കി വെക്കാൻ പറയാ, എല്ലാവരും കൂടെ ഒന്നിരിക്കുക. ഒരു 10 മിനിറ്റേ വരുള്ളൂ. എന്നിട്ട് നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഹിക്കായത്തെങ്കിലും ഓതുക. എന്നിട്ട് അന്തതത്തുലു ബൈനനാ ഫിൽ കവാകിബികൽ ബുദൂർ ബൽ വഅസ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ആ ബൈത്ത് ഉൾക്കൊള്ളുന്ന ആ ബൈത്ത് മാത്രം ചൊല്ലുക മതി, അത്രയെങ്കിലും ചൊല്ലുക. എങ്ങനെ? അങ്ങനെ ഓരോ ദിവസവും ചെയ്ത് 30 ദിവസവും നമ്മളെ വീടുകളിൽ ആ പരിശുദ്ധമായ മൗലിദ് സംഘടിപ്പിക്കപ്പെടണം. വലിയ തൗഫീഖ് ഉണ്ടാവും, ഒരുപാട് ഖൈർ നമ്മുടെ വീട്ടിലുണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് റസൂലുള്ളാഹിനെ അറിയാൻ സാഹചര്യം ഉണ്ടാവും. എന്റെ കുട്ടിയൊക്കെ ഇപ്പോൾ ഉറങ്ങാൻ കിടക്കണ സമയത്ത് ചെല്ലുക, അന്തത്തത്തിലവ് പാട്. എത്ര വയസ്സാ? 3 വയസ്സ് ആവണേ ഉള്ളൂ. അന്തത്തത്തിലവ് പറയും ഉറങ്ങാൻ കിടക്കുമ്പോ. എന്താ അന്തത്തത്തിലവ്? ആ ബൈത്ത എവിടുന്ന് പഠിച്ചു? എന്റെ കുഞ്ഞുപ്പ മരിച്ചോടത്ത് എല്ലാ ദിവസവും മൗലൂദിന് പോകും. അവിടെ കച്ചറൊക്കെ ഉണ്ടാക്കി നടക്കുന്ന കൂട്ടത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബൈത്ത് കേൾക്കുന്നുണ്ട്. കുട്ടികൾ പഠിക്കും, കാണാതെ പഠിക്കും നമ്മുടെ മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മക്കൾ ഹബീബിനോടുള്ള മഹബത്ത് ഖൽബിൽ നിറച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് റസൂലുള്ളാഹിനെ കുറിച്ചാണ്. എന്താ റസൂലുള്ളാഹിന്റെ പേര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ്. ആ നബി തങ്ങൾ ജനിച്ചത് മക്കയിലാണ്, നബി തങ്ങൾ വഫാത്തായത് മദീന. ഇതാണ് അടിസ്ഥാനപരമായി ഒരു കുഞ്ഞിൽ ആദ്യം പഠിപ്പിക്കേണ്ട വിജ്ഞാനം. അള്ളാഹുവിന്റെ റസൂലിനെ അറിഞ്ഞാലേ അള്ളാഹുവിനെ തിരിയൂ. അള്ളാഹുവിന്റെ റസൂലിലൂടെയല്ലാതെ അള്ളാഹുവിലേക്ക് ഒരു മാർഗമേ ഇല്ല. അള്ളാഹുവിലേക്ക് റസൂലുള്ള വഴിയല്ലാതെ ഒരു മാർഗമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ഖൽബിന്റെ ഉള്ളിൽ നിറച്ചാൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾ ബിദ്അത്തിലേക്ക് പോകൂല, ദലാലത്തിലേക്ക് പോകൂല, മതനിഷേധത്തിലേക്ക് പോകൂല. അങ്ങനെ തുടങ്ങി മോശമായ ചിന്തകളിൽ നിന്ന് ഖൽബിനെ തടുക്കാൻ കഴിയുന്ന റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അതിന് വീട്ടിൽ നമ്മൾ സാഹചര്യം ഒരുക്കണമെന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കുറെ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മജ്‌ലിസിലേക്ക് ചീർന്നി തന്നത് 2 സഹോദരങ്ങൾ, അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ 2 പേർക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സദഖയുടെ ബറക്കത്തുണ്ട് അല്ലാഹു അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ
ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും അദാബുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവന്റെ മഹലായ ഫള് കൊണ്ട് അള്ളാഹു ആ പ്രയാസത്തെ മാറ്റി പകരം സന്തോഷത്തെ ആ ഖബറിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബം ചെയ്യുന്ന സ്വദഖയുടെ ബറക്കത്ത് കൊണ്ട് അതിന്റെ മിസ്ല സവാബിനെ കാണാനും അനുഭവിക്കാനും അള്ളാഹു ആ ഖബറാളികൾക്ക് അള്ളാഹു തൗഫീഖിനെ കൊടുക്കട്ടെ. അതുപോലെ ഒരു സഹോദരിക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. 2 ജോലികൾ വന്നിട്ടുണ്ട്, അതിലേതാണ് വേണ്ടതെന്ന് ഖൈറായ ഒരു തീരുമാനത്തെ ആഗ്രഹിച്ച് അള്ളാഹു ഏതാണോ ആ സഹോദരിക്കും ആ കുടുംബത്തിനും ഖൈറാകുന്നത് ആ ജോലിയിലേക്ക് അള്ളാഹു അവരുടെ കാര്യങ്ങളെ എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഒരു സഹോദരൻ ശാരീരികമായും മാനസികമായും ഒക്കെ സാമ്പത്തികമായും ഒക്കെ വല്ലാത്ത പ്രയാസത്തിലാണ്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ. അവരാഗ്രഹിക്കുന്ന ഖൈറിന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഒരു സഹോദരൻ ഭീമമായ ഒരു സംഖ്യ കിട്ടാനുണ്ട്, വലിയ പ്രയാസത്തിലാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ സ്വദഖ അദ്ദേഹം നൽകിയ സമ്പത്തിനെ അള്ളാഹു അദ്ദേഹത്തിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന് അർഹതപ്പെട്ട സമ്പാദ്യത്തെ അള്ളാഹു അദ്ദേഹത്തിലേക്ക് തന്നെ അള്ളാഹു മടക്കി കൊടുക്കട്ടെ. അത് കാരണം കൊണ്ട് അദ്ദേഹം ഏറ്റെടുത്ത, അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്താൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് കൊടുക്കട്ടെ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ചീരന് കൊണ്ടുവന്ന സഹോദരങ്ങൾ അള്ളാഹു അവരുടെ സ്വദഖകളെ അള്ളാഹു സ്വീകരിക്കട്ടെ. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك ونتوسل إليك بأسمائك الحسنى. يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا محيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مضل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير. آمين. يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا سيب يا جليل. آمين. يا كريم يا رقيب يا مجيب يا باسم يا حكيم يا ودود يا مجيد يا باعث يا سيد يا حق يا وكيل. آمين. يا قوي يا متين يا ولي يا حميد يا محسن يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم. يا واجد يا ماجد يا واحد يا احد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا اول يا اخر يا ظاهر يا باطن يا بالي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والاكرام. يا مقسط يا جامع يا غني يا مغني يا ماني يا الله يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور. آمين. റഹ്മാനും റഹീമുമായ മലികുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, അല്ലാഹു ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആനിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അസ്മാഉൽ ബദ്റിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തുകളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥ്ല തവാബ് ഞങ്ങളുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലായ മുഹമ്മദ് മുസ്തഫ മക്കയുടെ മണവാളനെ മുഹമ്മദ് മുസ്തഫ മദീനയുടെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ നബിയുടെ ഹദറത്തിലേക്ക് നിമിഷം തന്നെ നീ എത്തിക്കണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അഖ്താബ് ഔതാദ് നുജബാ റുഖബാഇന്റെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മശായിഖന്മാർ ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ സന്താനങ്ങളെ കൂട്ടുകുടുംബങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം തന്നവര് പരിശുദ്ധമായ ദീനിന് വേണ്ടി സ്വതക ചോദിച്ചപ്പോ തന്നുപോയ വാപ്പമാര് ഉമ്മമാര് ഞങ്ങളുടെ പള്ളി മദ്രസ ദീനീ സംവിധാനങ്ങൾ പ്രത്യേകം ഈ മജ്‌ലിസ് അടക്കം മുതൽ തുടക്കം മുതൽ ഇന്നേവരെ സഹായിച്ചവർ സഹകരിച്ചവർ അതിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളികൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബറിലേക്ക് ഇതിന്റെ മിഥ്ല സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ
പടച്ചവനെ അവിടെ ബർസഖിയായ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ. അതുപോലെ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ചീരിന് തന്നുപോയ സഹോദരങ്ങൾ, അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം നീ സ്വർഗമാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മേൽ പറയപ്പെട്ടവർക്കും നീ സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. പാമ്പുകളോട് തേളുകളോട് സമാധാനം പറയേണ്ട അവസ്ഥയെ തൊട്ടവരെയും ഞങ്ങളെയും മേൽ പറയപ്പെട്ടവരെയും നീ കാത്തോളണേ അല്ലാ. അല്ലാഹുവിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാ. ആഫിയത്തോടെ നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളുടെ പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഗുരുത്വം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ഉപകരിപ്പിക്കണേ അല്ലാ. ഉപകാരപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മക്കളെ കൊണ്ടും നീ ഞങ്ങൾക്ക് ഉപകാരം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ പ്രതീക്ഷയോടെ വളർത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് അല്ലാ നീ കാക്കണേ അല്ലാ. അവരുടെ ഈമാനിനെ നീ കാക്കണേ അല്ലാ. അവരുടെ ജസദിനെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ മദ്രസയിലേക്കും സ്കൂളുകളിലേക്കും മറ്റു യാത്രകളൊക്കെ ചെയ്യുമ്പോൾ റബ്ബേ അപകടങ്ങളെ തൊട്ടവരെയും ഞങ്ങളെയും നീ കാത്തോളണേ അല്ലാ. ആപത്തുകൾ, മുസീബത്തുകൾ, സിഹ്ർ, മാട്ടുമാരണ, പൈശാചികതകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ. നീ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മജ്ലിസിന്റെ തുടക്കം മുതൽ ഇന്നേ ദിവസം ഈ സന്ദർഭം പോലും സഹായം ചെയ്തവർ, സ്വതഖ നൽകിയവർ, അവരുടെ സ്വതഖ, അവരുടെ ഹദിയ എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. എല്ലാവിധ ന്യൂനതകളെയും നീ പരിഹരിക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് മദ്രസയിലുള്ള മക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ആലിമീങ്ങളാക്കണേ അല്ലാ. മുത്തഖീങ്ങളാക്കണേ അല്ലാ. മുഖ്ലിസീങ്ങളാക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ഹൃദയാന്തരങ്ങളിൽ നിന്നോടും നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമുള്ള മഹബ്ബത്ത് നിറക്കണേ അല്ലാഹ്. പടച്ചവനെ, ഏതൊരു സന്ദർഭത്തിലും തന്റെ ഉമ്മത്തിനെ ഓർക്കുന്ന റസൂലുള്ളാഹിനോട് ഉമ്മത്താകുന്ന ഞങ്ങൾക്ക് മഹബ്ബത്ത് നൽകണേ അല്ലാ. ഏതൊരു സന്ദർഭത്തിലും തന്റെ ഉമ്മത്തിനെ ഓർത്ത് വേദനിക്കുന്ന റസൂലുള്ളാഹിനോട് നീ ഞങ്ങൾക്ക് മഹബ്ബത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്ന ഓരോ സലാത്തും സലാമും ഞങ്ങളെ ഹബീബിന് നീ കാട്ടിക്കൊടുക്കുമല്ലോ റബ്ബേ. ഞങ്ങളുടെ മജ്ലിസിനെ കണ്ട് റസൂലുള്ളാഹിക്ക് സന്തോഷം നൽകണേ അല്ലാ. നിസ്കാരത്തിലെന്ന പോലെ മറ്റു സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹിനോട് ഞങ്ങൾ സലാം പറയുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി എന്ന് ഞങ്ങൾ സലാം പറയുമ്പോ റസൂലുള്ള മടക്കി എന്ന വല്ലാത്തൊരു അനുഭൂതി നീ ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മരണത്തിന്റെ നേരം പോലും ഉമ്മത്തി അസ്സലാ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ ഞങ്ങളുടെ റസൂലുള്ളാഹിക്ക് ഏറ്റവും കൺകുളിർമയുള്ളത് നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴല്ലേ അല്ലാ. ആ അനുഭൂതി ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. ഏത് സന്തോഷത്തിലും ഏത് ദുഃഖത്തിലും നിസ്കാരത്തെ അവലംബിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആ റസൂലുള്ളാഹിന്റെ മാസം ഞങ്ങളിലേക്ക് വരുമ്പോ ആരെല്ലാമാണോ നന്മകളുമായി ആ ദിനങ്ങളെ ഹയാത്താക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്, ആരൊക്കെയാണോ കുഞ്ഞുമക്കൾക്ക് ആനന്ദം നൽകുന്നത്, കുഞ്ഞുമക്കളെ സന്തോഷിപ്പിക്കുന്നത്, നന്മകളോട് ചേർന്ന് നിൽക്കുന്നത്, മൗലിദിന്റെ മജ്ലിസുകളെ സംഘടിപ്പിക്കുന്നത്, മൗലിദ് നടത്തുന്നത്, ശീലനികൾ നൽകുന്നത്, സ്വതഖകൾ നൽകുന്നത്, എല്ലാവരുടെയും ഖൽബിൽ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് നിറക്കണേ അല്ലാ. റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് നിറക്കണേ അല്ലാ. അത് കാരണം ഞങ്ങളുടെ ജീവിതകാലത്തും മരണസമയത്തും റസൂലുള്ളാഹിനെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആറടി മണ്ണിലേക്ക് ഞങ്ങളെ എടുത്തു വെക്കുമ്പോ ആ നേരം
ഖബറിലേക്ക് ഹബീബായ മുത്തുനബിയെ കാണിക്കപ്പെടുമ്പോൾ ആ റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഹബീബിനെ യഖളത്തിലും മനാമിലും ഞങ്ങൾക്ക് നീ കാട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളതിനോടൊക്കെ നീ ഞങ്ങൾക്ക് ഇഷ്ടം തരണേ അല്ലാഹ്. നിന്റെ റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ളതിനോടൊക്കെ നീ ഞങ്ങൾക്കും വെറുപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ പേരമക്കളുടെ, ഞങ്ങളുടെ തലമുറകളിലുള്ള എല്ലാ മക്കളുടെയും ഖൽബകത്തിന്റെ ഉള്ളിൽ നിന്നോടും നിന്റെ റസൂലുള്ളാഹിനോടുമുള്ള ഹുബ്ബ് നൽകണേ അല്ലാഹ്. സ്നേഹം നൽകണേ അല്ലാഹ്. ഇഷ്ക് നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതിനോടൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മദീന കാട്ടിത്തരണേ അല്ലാഹ്. ആ പച്ച കുബ്ബ കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. മനോഹരമായ പച്ച കുബ്ബയുടെ ചോട്ടിൽ നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബ് യാ റസൂലല്ലാഹ് എന്ന് ഹബീബിന്റെ അടുത്ത് നിന്ന് പച്ചക്കുബ്ബയുടെ ചോട്ടിൽ നിന്ന് ശബ്ദം താഴ്ത്തി തല താഴ്ത്തി പിടിച്ച് ആദരവോടെ അച്ചടക്കത്തോടെ ഞങ്ങളുടെ ഹബീബിന് സലാം പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിനോട് സലാം പറയാതെ ഞങ്ങളെ നാവുകളെ നീ നിശ്ചലമാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയത്തിന്റെ തുടിപ്പ് അവസാനിപ്പിക്കല്ലേ അല്ലാഹ്. മാലാഖയായ അസ്റായീലിനെ ഞങ്ങളിലേക്ക് പറഞ്ഞയക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഏടുകളിൽ അവസാനത്തെ വചനം ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാക്കണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നിന്റെ ഖളാ ഉണ്ടെങ്കിൽ 17-ാം തീയതി റബ്ബേ നിന്റെ പരിശുദ്ധമായ മക്കയും മദീനയും കാണാനുള്ള കൊതിയോടെ മുഅ്മിനീങ്ങൾക്ക് നേതൃത്വം നൽകി പോകാൻ കൊതിക്കുന്നുണ്ട് റബ്ബേ. തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെ പരലോകത്ത് ഞങ്ങളുടെ കൂടെ വന്നവരെ തൊട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യപ്പെടാത്ത രൂപത്തില് പരിപൂർണതയോടെ അമലുകളെ ചെയ്യാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെ വരുന്നവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആദ്യമായി നിന്റെ പരിശുദ്ധമായ കഅബാലയം കാണുമ്പോ എന്ത് ദുആ ചെയ്താലും ഉത്തരം ലഭിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, അതിന് ഞങ്ങൾ കാരണക്കാരായെങ്കിൽ റബ്ബേ അതിന്റെ പ്രതിഫലത്തെ അനുഭവിക്കാൻ നീ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹ്, മക്കയോട് സലാം പറഞ്ഞ് മദീനയിൽ ചെല്ലുമ്പോ ആദ്യമായിട്ട് നിന്റെ പരിശുദ്ധ റസൂലിന്റെ പള്ളി കാണുമ്പോ കണ്ണു നിറയുമ്പോ അതിൽ കാരണം ഞങ്ങളാണെന്ന പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഉമർതങ്ങളോട് സലാം പറഞ്ഞ് ജന്നത്തുൽ ബഖീൽ ചെന്ന് ഖദീജ ഫാത്തിമ ബീവി ഉമ്മയോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് സ്വഹാബത്തിനോടൊക്കെ സലാം പറയാ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, രോഗികൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു ആജിലായ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. മാനസിക പ്രയാസമുള്ളവരുണ്ട് നീ റാഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ക്ലാസ്സിലേക്ക്, വൈകുന്നേരത്തെ ക്ലാസ്സിലേക്ക് ചീരണികൾ നൽകിയവരുണ്ട്, ചായ കൊണ്ടുവരുന്നവരുണ്ട്, ചീരണികൾ കൊണ്ടുവരുന്നവരുണ്ട്, സ്വതഖ നൽകുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും നന്മയുള്ള പ്രവർത്തനങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ആരൊക്കെയാണോ അതിന് കാരണമായത് അവർക്ക് മുഴുവനും നീ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആ മജ്ലിസുകളെ കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരു സഹോദരന് വല്ലാത്തൊരു ഭീമമായ സംഖ്യ ലഭിക്കാനുണ്ട് അല്ലാഹ്.
അല്ലാഹുവേ, ആരുടെ പക്കലാണോ ആ സമ്പാദ്യമുള്ളതെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ അർഹതപ്പെട്ട കരങ്ങളിലേക്ക് അത് എത്താനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. അദ്ദേഹം മനസ്സിൽ വല്ലാത്ത നന്മയുള്ള ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളുണ്ട് റബ്ബേ, അത് സാധിപ്പിക്കാനാ സമ്പത്ത് എത്തിപ്പെടണമെന്നതാണ് റബ്ബേ. നീ ഖൈറ് വിധിക്കണേ അല്ലാഹ്. ശർറുകളെ തൊട്ട് നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്. അല്ലാഹു മജ്ലിസിൽ വന്നിരിക്കുന്ന ഓരോ വാപ്പമാര്, ഉമ്മമാര്, അവരുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അവലാദികളും വേവലാദികളും ഈ മജ്ലിസ് കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലി ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ അൽഹംദുലില്ലാഹ് മനസ്സിനെന്തെന്നില്ലാത്ത റാഹത്തുണ്ടല്ലോ അല്ലാ, സമാധാനമുണ്ടല്ലോ അല്ലാ എന്ന സംതൃപ്തിയോടെ ഈ മജ്ലിസ് വിട്ടു പിരിയാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷകളുമായി ബന്ധപ്പെടുകയാണ്, ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഇവരുടെ ഓരോരുത്തരെയും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രൂപത്തില് വളരാനും ഉയരാനും ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ റസൂലുള്ളാഹി പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ ദറജ നീ ഉയർത്തണേ അല്ലാ. പടച്ചവനെ, പരിശുദ്ധമായ റമളാൻ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ, റബീഉൽ ആഖിറിൽ തുടങ്ങി 40 ദിവസങ്ങളിൽ പള്ളിയിൽ നടത്തപ്പെടുന്ന പരിശുദ്ധമായ മൗലിദിന്റെ മജ്ലിസിൽ ആരൊക്കെയാണോ രാത്രി നടക്കുന്ന മൗലിദിന്റെ സദസ്സിലേക്ക് ചീരന് നൽകാൻ ഉദ്ദേശിച്ചവർ, ഇനി ഉദ്ദേശിക്കുന്നവർ, അവർക്കൊക്കെ റബ്ബേ ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാ, റസൂലുള്ളാഹിന്റെ പൊരുത്തം നൽകണേ അല്ലാ. അതുവഴി നീ സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ. ഞങ്ങളുടെ നാടിനെ ഇത്രയും മനോഹരമായ പള്ളി മദ്രസ ദീനീ സംവിധാനങ്ങൾക്ക് കാരണമായത് പ്രവാസികളായ ഞങ്ങളെ സഹോദരങ്ങളാണ്. അവരുടെ ജോലികളിൽ, ഏർപ്പാടുകൾ, ബിസിനസ്സുകളിൽ, വാഹനങ്ങളിൽ, കച്ചവടങ്ങളിൽ, മക്കളിൽ, ഭാര്യമാര്, എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഒരു സഹോദരൻ പടച്ചവനെ ഖൈറായ ജോലി നൽകണേ അല്ലാ. ഖൈറായ ഉപജീവനത്തിന്റെ മാർഗങ്ങൾ നീ ആ സഹോദരൻ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, റാഹത്തുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ഭവനം പണിയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നോട് ചോദിച്ച എല്ലാ ഖൈറും ഞങ്ങളിലും, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാരിൽ, ഞങ്ങളുടെ ശിഷ്യന്മാരിൽ, ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നീ നൽകണേ അല്ലാ. നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ കാവലിനെ തേടി എല്ലാവിധ സിർറുകളിൽ നിന്ന് ഞങ്ങളുടെയും മേൽ പറയപ്പെട്ടവരെയും നീ കാക്കണേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി റാഹത്തോടെ, ആരോടും വൈരാഗ്യങ്ങളില്ലാത്ത സന്തോഷത്തോടെ മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങൾ നിസ്കരിക്കുന്ന, കഫൻ ചെയ്യുന്ന, ദഫൻ ചെയ്യുന്ന മയ്യിത്താക്കണേ അല്ലാ. അവസാനം നിന്റെ ഹബീബിന്റെ കൂടെ നിന്റെ സ്വർഗ്ഗത്തിൽ നിന്റെ ലിഖായിനെ കാണാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈകൽ മസീർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ബിഫദ്ലി
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.